അർഫാൻ ആദ്യമായിട്ട് നമ്മുടെ ഡ്രൈ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോവാണ്. അർഫാനുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. എന്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഡ്രൈ ടോയ്ലറ്റിൽ പോകണമെന്ന്. പലപ്പോഴും ഇൻഫോസിസ് നിന്ന് കണ്ടായിരുന്നു ഡ്രൈ ടോയ്ലറ്റ്. പക്ഷെ എനിക്ക് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു എന്നെ കൊണ്ടുപോകും. Finally came the day. Finally came the day without me having intention of going to dry toilet. Dry toilet wants me. വ്യക്തമായില്ല. പോക്കോ പോക്കോ. അങ്ങനെ പോയിട്ട് വന്നിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ എങ്ങനെയുള്ളത്. എന്റെ പ്രിയ സുഹൃത്ത് വിവേക് പ്രൊഫഷണൽ ടോയ്ലറ്റ് റിവ്യൂവർ, ടോയ്ലറ്റ് എക്സ്പേർട്ട് വിവേകാണ് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെ യൂസ് ചെയ്യണം. വിവേക് ഇന്നലെ പോയി എക്സ്പേർട്ട് ആയി. ഇത് പറയൂ, അതായത് ബിഗിനേഴ്സിന് വേറെ ഏതൊക്കെ ഓൾവേസ് പ്രിഫർ മഞ്ഞ ടോയ്ലറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ യൂസ് ചെയ്ത ശേഷം അറക്കപ്പൊടി വാരി കഴിയണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആർക്കപ്പൊടി വരെയാണ് മസ്റ്റ്. അല്ല, ചുമ്മാ വെറുതെ പോവരുത്, പോയിട്ട് വെറുതെ പോകരുത്, ജോസഫിനെ പോലെ. എനിക്ക് പറഞ്ഞിട്ട് ആൾക്കാർക്ക് പോവായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ആദ്യം മിനിമൽ ഡ്രസ് ഇട്ട് വേണം പോയി. ലോവർ ഇത്രയും സാധനം കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് വെക്കാൻ പോലും സ്ഥലമില്ല. പാടില്ല, ഇതൊന്നും ഊരി അവിടെ ഇടാൻ സ്ഥലമില്ല. കുറച്ചിട്ട് പോകും. അണ്ടർവെയറും ഒരു ലെയറും മാത്രം. ഞാൻ അല്ല ഹാഫ് ടോയ്ലറ്റ് എന്ത് പുള്ളി പറഞ്ഞില്ലേ മറ്റേ പോലീസുകാര് കസേരയിട്ട് വിളിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്. സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്ന് ചെയ്യണമെന്ന്. അല്ല, അതിന് ട്രെയിൻ ചെയ്യണത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ മിനിമൽ ഡ്രസ് ആയിട്ട് പോവാം. ട്രെയിൻ ചെയ്യണം. അപ്പൊ രണ്ട് കൊളുത്തുള്ളത്, ഒരു ചെറിയ കൊളുത്തും ഒരു വലിയ കൊളുത്തും. അപ്പൊ ചെറിയ കൊളുത്ത് നമുക്ക് അണ്ടർവെയർ വെക്കാം, മറ്റേ കൊളുത്തിൽ പാന്റ് തെർമൽസ് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇല്ല, എന്നിട്ട് നമ്മള് സിബിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിൽക്കാം. കാരണം ആര് വെള്ളം എപ്പോഴും തുറക്കാം. സിബിൻ അങ്ങോട്ട് തിരിഞ്ഞു എപ്പോഴും നാണം നമ്മുടെ മാനം. അതില്ലാത്തവർക്ക് അതില്ലാത്തവർക്ക് ഗുളിക കഴിച്ചു പോകാലോ. അപ്പൊ അങ്ങനെ പോയി, എന്നിട്ട് അവിടെ ചെന്ന് തിരിഞ്ഞിരിക്കാം. എന്നിട്ട് ടാർഗറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. അവിടെ വൃത്തികളൊക്കെ വെക്കരുത്. ഡിസ്പോസ് യുവർ ടിഷ്യൂ പേപ്പർ ഇൻ ദ. പിന്നെ ഞാനാണ് അതിന് വേണ്ടി കടക്കപ്പൊടി വാരിയിട്ടത്. ഞാൻ എന്തോട് ക്ലീൻ തൂപ്പായിരുന്നു കടക്കപ്പൊടി വാരിയിടാൻ. വെള്ളം കിട്ടില്ല ഇവിടെ. ഗുഡ് ക്വസ്റ്റ്യൻ. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ വക്താവ്. നിങ്ങളുണ്ട് ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്? പെയ്ടാട്ടോ, പെയ്ടാ. ടാർഗറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ റഷ് വേണ്ട, സമാധാനമായിട്ട് ചെയ്താൽ മതി. സമാധാനം. ടേക്ക് യുവർ ടൈം. പ്രൊസിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഓട ഒഴുക്കി ടോയ്ലറ്റ് ഇല്ലെങ്കിലോ എന്ത് ചെയ്യാ? ഓട കയറുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റ് പോകേണ്ടത് തോന്നി എന്ത് ചെയ്യാ? ടോയ്ലറ്റ് ഉള്ളിടത്ത് നിന്നിട്ട് പോവാ. കാടി കയറുക. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇപ്പം ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഇനി പോയി വന്നിട്ട് ഞാൻ എന്റെ പെൻകിൻ സാധനം കൂരിട്ട് നോക്കും. അപ്പൊ ഇങ്ങനെ സാധനം ഇരിക്കും. അത്ര വേണമൊന്നുമില്ല. അറക്കപ്പൊടിയുടെ വേണം ആക്ച്വലി. ഇല്ല, അങ്ങനെ അത്ര സ്മെല്ലൊന്നും ഇല്ല. എനിക്ക് സ്മെല്ലൊന്നും തോന്നിയില്ല. സ്മെല്ലുണ്ട്, പക്ഷെ അത് ഫൗൾ സ്മെല്ലല്ല. മൂക്കടുപ്പുള്ളവർക്ക് വിഷയമില്ല. ഫൗൾ സ്മെല്ലല്ല, കുഴപ്പമൊന്നുമില്ല. ദക്ഷിണ വെച്ചോളൂ വെറ്റില്. ഇവിടെ ഒരു കാലം തൊട്ട് ഇട്ട് നോക്കും. വേഗന്റെ കാലിൽ കേദാർ കന്തയിലെ എല്ലാ ടോയ്ലറ്റും വീടടക്കിയ കാലുകളാണ്. എന്തോന്ന് പെൻകിൻ തന്നെ. കൈ കൊണ്ട് വരണ്ട ഒരെങ്കിലും എടുക്കല്ലേ. മതി ദക്ഷിണൊന്നും വേണ്ട, പൊക്കോ. പൊട്ടന്റെ അടുത്ത് ഇതൊക്കെ പറയൂ ഐഡിയ. ദക്ഷിണ അങ്ങനെ ചെയ്യല്ലോ. അവൻ മണ്ടത്തില്ല, ഒരിക്കലും ഗ്ലൗസിലാണ്. കൊറേ കളിക്കുന്നവർക്ക് ഇങ്ങനെ കറുത്ത വരുമെന്നൊക്കെ പറയും. പിന്നെ പെൻകിനൊഴിവാക്കി താഴെ മുട്ടും. അതെ, കുത്തിരിക്കുമ്പോ ഇത് തന്നെ കുഴിക്കാത്തു. കുപ്പായങ്ങൾക്ക് ലെയർ കുഴപ്പമില്ലല്ലോ. ഇത് നല്ല ഈ സാധനം ഊരിട്ടോ. ഇതില്ലേ,
ഈ സോക്സിൽ എന്താ ഇങ്ങനെ 2 സോക്സ്? ശരിയാണ്, 2 കളറുണ്ടോ? വലിയ ട്രെയിനിൽ നടക്കുന്നത് എടാ കുപ്പായത്തിന്റെ ലെയറിങ് കുഴപ്പമില്ലല്ലോ. ഈ ജാക്കറ്റ് പാന്റൊന്നും ഇടണമെന്നല്ലേ? ആ, കാരണം അവിടെ 2 സ്ഥലമേ ഉള്ളൂ, 2 കൊളുത്തേ ഉള്ളൂ. വാല്യുബിൾ ടിപ്സ്. യാ, ഇത് ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച. തിരിച്ചു വരുമ്പോ ഫീഡ്ബാക്ക് പറട്ടോ. യാത്രയാവുകയാണ്. ഇതാ വിജയശ്രീലാണ്, അർഫാനത്താത്ത വരുന്നുണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? It was perfect. മലയാളത്തിൽ പറഞ്ഞു. To every bit. ആണോ? You know, everything was മോൻ കഴിയോ? എന്ത് വെച്ച്? വെള്ളം വെച്ച്. എവിടെ കിട്ടി? അവിടെ കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നല്ലേ? Yeah. ചരിച്ചോ? ടെന്റ് ചരിച്ചോ? ഇല്ലേ? ആ മറ്റേ ആ കുതിര ഓടി വന്നപ്പോ എന്തായിരുന്നു ഫീലിംഗ്? ഞാൻ വിചാരിച്ചു എന്റെ ടെന്റ് മറിയുന്നു. ടെന്റ് മറിഞ്ഞ സിഐഡി മൂസ പിടിച്ചു നിന്നു. ആ കൊള്ളിയിൽ നിക്കാൻ വേണ്ടി, ആ കമ്പിൽ നിക്കാൻ വേണ്ടി പിടിച്ചു നിന്നു. അടിപൊളിയായിരുന്നല്ലേ? സെറ്റ് ആയിരുന്നു. സൂപ്പർ. ടിപ്സ് ആൻഡ് ട്രിക്സ് വർക്കായോ? വിവേക് സാറിന്റെ ഗൈഡൻസിലൂടെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് പ്രോപ്പറായി ഇരിക്കാൻ പറ്റി. പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റി. എനിക്ക് സ്വർഗം കിട്ടി, സ്വർഗം. അല്ല അത് ആദ്യം പറഞ്ഞു കേട്ടോ, ഇറ്റ് വാസ് പെർഫെക്റ്റ്. മറ്റേ പടത്തിലെ മറ്റേ